പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്ന പോലീസ് കോടതിയിൽ ജാമ്യം നൽകിയാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ കാരണമാകും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിലാണ് അറസ്റ്റിലായ വിദ്യാർത്ഥിനികളെ ഹാജരാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, അല്പസമയത്തേക്ക് ഈ കോടതി നടപടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഈ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ഈ നടപടികൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ പോലീസ് പ്രധാനമായിട്ടും ഈ 3 പ്രതികളെയും റിമാൻഡിൽ വിടണം എന്നുള്ള ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. 2ാം ഘട്ടത്തിൽ ഈ കസ്റ്റഡി ആവശ്യവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. കസ്റ്റഡി ആവശ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാനും പോലീസിന് സാധിച്ചില്ല എന്നുള്ള കാര്യവുമുണ്ട്. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ കൂടുതൽ തെളിവുകൾ പ്രതികൾ നശിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും ഇനിയും തെളിവുകളും ചോദ്യം ചെയ്യലും ആവശ്യമായി ഉണ്ട് എന്നുമാണ് പോലീസ് കോടതിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഈ പ്രതികളായിട്ടുള്ള 3 പെൺകുട്ടികളിൽ ഒരാളുടെ ലോഗ് ബുക്ക് കാണാതായിട്ടുണ്ട്. ഈ ലോഗ് ബുക്ക് കാണാതായതിൽ ദുരൂഹതയുണ്ട്. ഇത് കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ മൊബൈൽ ഫോണുകളിലടക്കം പല തെളിവുകളും അവശേഷിക്കുന്നുണ്ട്. ഈ തെളിവുകൾ പ്രതികൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ആവശ്യമാണ് പോലീസ് പ്രധാനമായും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ വിടണമെന്നും ആദ്യഘട്ടത്തിൽ റിമാൻഡിൽ വിടണമെന്നും 2ാം ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വിടണം എന്നുള്ള ആവശ്യമാണ് പോലീസ് കോടതിയെ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾക്ക് 3 പേരുടെയും പ്രായം പരിഗണിച്ചുകൊണ്ട് 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളാണ്. 3 പേരുടെയും പ്രായം പരിഗണിച്ചുകൊണ്ട് 3 പേർക്കും ഇടക്കാല ജാമ്യം നൽകണം എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി 3 പേരെയും കസ്റ്റഡിയിൽ വിടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആവശ്യത്തിന് ചോദ്യം ചെയ്യലുകൾ നടത്തിയിട്ടുണ്ട്, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഒരു കസ്റ്റഡി അനാവശ്യമായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ 3 പേരുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇനിയും കൂടുതൽ കണ്ടെത്താനുണ്ട്. കോളേജ് അധികൃതരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ മൊഴികൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശേഖരിക്കുന്നതിന് ഈ പ്രതികൾ പുറത്തുണ്ടെങ്കിൽ, ജാമ്യത്തിലുണ്ടെങ്കിൽ അത് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, തെളിവുകൾ നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി 3 പ്രതികളെയും റിമാൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് കോടതിയിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. 2 തവണ ഈ കോടതി കേസ് മാറ്റിവെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3ാം തവണ അടുത്ത ഘട്ടത്തിലേക്ക് കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണിത്. 3 പേരിൽ നിന്നും കൃത്യമായിട്ട് തന്നെ അമ്മു സജീവന് മാനസിക പീഡനം ഏറ്റു എന്നുള്ളതാണ് കോടതിയിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും അറിയിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായും പോലീസ് തെളിവായിട്ട് ശേഖരിച്ചിരിക്കുന്നത് അമ്മു സജീവന്റെ പിതാവ് ആത്മഹത്യയ്ക്ക് മുൻപ് കോടതി പ്രിൻസിപ്പലിനെ അറിയിച്ചിരിക്കുന്ന ഒരു പരാതിയുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം നടത്തുന്നതിന് വേണ്ടി ഒരു ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയിൽ 3 പ്രതികളും കുറ്റസമ്മതം നടത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി, ഇനി ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.